ഹാഷിറിനൊക്കെ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലെ തരംഗമാണ് ഫാൻസ് തരംഗം 1100 കമന്റ് ഉണ്ടെങ്കിൽ 1050 ഹാഷിറും പിന്നെ 10 എന്റെ ഫേക്ക് ഇട്ടുണ്ട് 10 സൂപ്പർ പിന്നെ ഒരു 50 ലവ് ഹാഷിറിനുള്ളതാ. അതിന്റെ ഇടയിൽ ഒരെണ്ണം ഞാൻ കണ്ടു, നമ്മുടെ അസീസിന്റെ പേര് ഒരെണ്ണം. എന്നിട്ട് പറഞ്ഞു അതൊക്കെ അഭിനയമാണ് കേട്ടോ, അതൊക്കെ മീശ വരെ അഭിനയിക്കുന്നെന്ന്. ശരിക്കും ആരാണ് വാഴ? ശരിക്കും കണ്ണാടി നോക്കി ചോദിക്കേണ്ട ചോദ്യമാണ്. കിട്ടില്ല കാസ്റ്റിംഗ് ആട്ടോ. സീൻ കൈ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ള സ്റ്റോക്ക് ആദ്യം എടുത്തിടുമല്ലോ, ആ സ്റ്റോക്ക് ഒന്നും വേണ്ട. സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ, അല്ലാണ്ട് ഞാനായിട്ട് ഇരുന്നിട്ട് തന്നെ കുറെ കാലം അങ്ങനെ ഇരുന്നിട്ട് ഒരു പറയാനുണ്ടായി. എനിക്കൊന്ന് 2 ദിവസം മുന്നേ കൂട്ടിയിരുന്നു. അവൻ ഓർമ്മയില്ലല്ലോ. ഈവൻ ഹാഷിർ പോലും ഹാഷിറിന്റെ റീലാണ് ഹാഷിറിനെ ഒരു ഇപ്പം ഞങ്ങൾ ഇപ്പോഴും പറഞ്ഞ കമന്റ്സിൽ അത്രയും മെൻഷനിങ് വരണമെങ്കിൽ എല്ലാവർക്കും ആ റീൽസിൽ നിന്ന് ഇങ്ങോട്ടാണ്. വെൽക്കം ബാക്ക് ടു ഫിലിം ഫാക്ടറി. ഇന്ന് വാഴ എന്ന് പറഞ്ഞൊരു സിനിമയെ പറ്റി സംസാരിക്കാൻ അതിലെ കുറച്ച് ആളുകളാണ് നമ്മളോടൊപ്പം വന്നിരിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതിന്റെ റൈറ്റർ വിപിൻ ചേട്ടനാണ്. അപ്പം ചേട്ടനോട് തന്നെ ചോദിക്കാം, ഇത് ശരിക്കും ആരാണ് വാഴ, അല്ലെങ്കിൽ എന്താണ് വാഴ? ഞാനപ്പോ അത് ചോദിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും കണ്ണാടി നോക്കി ചോദിക്കേണ്ട ചോദ്യമാണ്. വാഴ സിനിമയെ പറ്റി ശരിക്കും എന്താണ് വാഴ? വാഴ ഞങ്ങള് കുറെ കാലം മുമ്പ് എഴുതി തുടങ്ങിയ ഒരു സിനിമയാണ്. 2017-18 കാലഘട്ടം മുതൽ. ഇതൊരിക്കലും ഫേഡായി പോകുന്നൊരു കഥയല്ല, ഏത് കാലഘട്ടത്തിലും അപ്ഡേറ്റ് ആയിരിക്കുന്ന ഒരു കഥ തന്നെയാണ്. ആ വാഴകളൊന്നും അപ്ഡേറ്റ് ആവാറില്ല. അപ്പം സിനിമ എപ്പോഴും ലൈവായിട്ട് നിൽക്കുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. അപ്പം ആ സമയങ്ങളിൽ എഴുതുന്നുണ്ട്. അപ്പം ആ സമയത്ത് കൂടുതലായിട്ട് പലരും ഇതിനകത്തുണ്ട് ഇപ്പോഴും. എന്നാൽ ആ സമയത്ത് സിനിമയിൽ വരാത്ത കുറച്ച് ആൾക്കാർക്ക് സിജു ജോമൊന്നും ആ സമയത്ത് സിനിമ എത്തിയിട്ടില്ല. അപ്പോൾ അവരൊക്കെ വന്നു അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സായിട്ട്. പിന്നെ ഞാൻ പ്രതീക്ഷിക്കാത്ത കുറേ ആൾക്കാർ വന്നപ്പം ഇത് എഴുതിയതിന് ഇതിന്റെ റെഫറൻസിലാണ് ഞാൻ ജയ എഴുതിയത്. ഇത് ആണുങ്ങളുടെ വിഷമവും ബുദ്ധിമുട്ടും തമാശയും ഉള്ള ഒരു സിനിമയാണ്. അപ്പം അത് എഴുതി പക്ഷെ നടന്നില്ല ആ സമയത്ത്. അപ്പോൾ ആ സമയത്താണ് കുറച്ചുകൂടി ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ സ്ത്രീകളുടെ വിഷമം അല്ലെങ്കിൽ സ്ത്രീകളുടെ ബുദ്ധിമുട്ടൊക്കെ തമാശ രൂപേണ കാണിക്കുക എന്നുള്ള രീതിയിൽ ജയ എന്നുള്ള ഒരു കണ്ടന്റിലോട്ട് പോയി. ജയ്ക്ക് മുന്നേ എഴുതിയ സിനിമയാണ്. ഞാൻ പറഞ്ഞില്ല, ഇത് ഇവരൊക്കെ എനിക്ക് നേരത്തെ പരിചയമുള്ളതാണ്. ഈ ഇവര് റീൽസ് ചെയ്യുന്ന സമയത്ത് സിജു, ജോമോൻ, അമിത് എന്നുള്ള ക്യാരക്ടർ ആള് എൻ്റെ കൂടെ എഴുതാൻ തന്നെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പം ഇവരൊക്കെ ഈ സമയത്ത് ഗുരുവായൂർ ടൈമിൽ നമ്മൾ ഗുരുവായൂരമ്പലം പറയുന്ന ഷൂട്ടിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ ഗ്യാപ്പുകൾ വരുന്നത്. ഗുരുവായൂരമ്പലം ഓരോ ഷെഡ്യൂളായിട്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനിടയിൽ ഗ്യാപ്പുകൾ ഒരു മാസത്തോളം വരുമ്പോൾ ഇവരെല്ലാവരും വെറുതെ ഇരിക്കും. ഞാൻ ഉൾപ്പെടെ ഫുൾ ക്രൂ ആൻഡ് കാസ്റ്റ് എല്ലാവരും വെറുതെ ഇരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്നാൽ പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു കുഞ്ഞു പടം പിടിക്കുക എന്നുള്ളൊരു പ്ലാൻ വെച്ചു. അപ്പം എൻ്റെ ഓൾറെഡി സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ ഉള്ള സമയമില്ലാത്തത് ഞങ്ങൾ അടുത്ത സുഹൃത്തെ അസോസിയേറ്റ് ആയിട്ട് വരയ്ക്കുന്ന ആനന്ദിനെ ഏൽപ്പിക്കുകയാണ്. അപ്പം നോക്കിയപ്പോൾ കൂടെ ഗുരുവായൂരിലുള്ളതാണ് സിജു, സാഫ്, ജോമൻ, എല്ലാവരും ഗുരുവായൂരിലുള്ളവരാണ്. അപ്പോൾ അവർക്ക് വേറെ സിനിമ ചെയ്യാനും പറ്റില്ല ആ സമയത്ത്. അപ്പോൾ പിന്നെ ഓട്ടോമാറ്റിക്കലി പിന്നെ അവരെ കുറിച്ച് എനിക്ക് ഡൗട്ടൊന്നുമില്ല, അത് ചെയ്യുന്നുള്ള കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ല. അപ്പം പിന്നെ എല്ലാവരും തന്നെ ഫാസ്റ്റ് ചെയ്തു. ജയഹേല് നോബിച്ചേട്ടനൊക്കെ ഉണ്ട്. അപ്പം ആ ഒരു ഇതെങ്ങനെ ഉണ്ടായിരുന്നു? നോബി ചേട്ടൻ എനിക്ക് പണ്ട് മുതലേ അറിയാം. നോബി ചേട്ടൻ്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിമൊക്കെ വന്ന് സൗണ്ടൊക്കെ തന്നിട്ടുണ്ട്, ഡബൊക്കെ ചെയ്തിട്ടുണ്ട്. നോബി ചേട്ടൻ ആ കാലഘട്ടം മുതലുള്ള ഒരു പരിചയമാണ്. അപ്പം പുള്ളിക്ക് നല്ലൊരു ക്യാരക്ടർ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ് എല്ലാ സമയത്തുള്ള ഒരു വിഷമം. അത് ഞാൻ ഇതിൽ തീർത്തിട്ടുണ്ട്. ജയജയനുള്ള 2 സീനാണെങ്കിൽ പോലും നമുക്ക് ഭയങ്കരമായിട്ട് പ്രേക്ഷകർ ഏറ്റെടുത്തൊരു സീനായിരുന്നു. അതെ, ഭയങ്കര കാര്യം. ആ കോടതിയിലെ സംഭവം ഭയങ്കരമായിട്ട് ജനങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമായിരുന്നു. അപ്പം അതിൽ ആ ഒരു ക്യാരക്ടർ ജനങ്ങൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു. പിന്നെ അതുകൊണ്ട് എന്തായിരുന്നു, വക്കീലൊക്കെ സിനിമയിലെ പറ്റുള്ളൂ, നമുക്ക് ജീവിതത്തിൽ പറ്റുള്ളൂ. ഒരിക്കലും തോന്നിയിട്ടില്ല. അത് വിപിൻ പറയും. വിപിന് അങ്ങനെ അത് തുറന്നു പറയണ സ്വഭാവമുള്ളതാണ് വിപിൻ. ചേട്ടാ അതിനകത്ത് ഒന്നും ക്യാരക്ടർ ഉണ്ടെങ്കിൽ തന്നിരിക്കും, അത് നമുക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല നമുക്ക്. വാഴയെന്ന് പറഞ്ഞാൽ വാഴ ഇപ്പം ഈ വാഴച്ചെടിയുടെ പ്രത്യേകം എല്ലാവരും പറയുന്നത് എന്താണ് വാഴ, പലരും വാഴയെന്ന് പറഞ്ഞാൽ വെട്ടി കളഞ്ഞാലും അവിടെ കിടന്ന് കിളിക്കും. അതാണ് വാഴ പ്രത്യേകം. വേണ്ട എന്ന് വെച്ച് മൈൻഡ് ചെയ്തില്ലെങ്കിൽ പോലും 4 വാഴ അവിടെ കിളിക്കും. അതെ. അപ്പം നോബിചേട്ടന്റെ മകനായിട്ടല്ലേ ജോമോൻ ഇതിൽ വന്നേക്കുന്നത്? കിട്ടില്ല കാസ്റ്റിംഗ് ആട്ടോ.
അല്ല ഇത് സംഭവം ഇത് ഷൂട്ട് തുടങ്ങിയ സമയത്ത് ഇപ്പം എൻ്റെ മോനായിട്ട് ജോമൻ നസീർക്കട് മോൻ അമിത് ഇപ്പം എല്ലാം അസീസിൻ്റെ മോൻ ഷിജു അപ്പം ആ സമയത്ത് നമുക്ക് അങ്ങനെ തോന്നിയില്ലെങ്കിൽ പിന്നെ കുറേ നാൾ കഴിഞ്ഞപ്പോൾ എല്ലാം ഒരുപോലെ ഇരിക്കുന്നത് നമുക്കിത് ശരി തന്നെ കേട്ടോ. അത് വിപിൻ്റെ ഒരു ചിന്തയാണത്. നമുക്ക് ആ സമയത്ത് ഇങ്ങനെ കാര്യം ഇവരെ പല ഇത് കാണിക്കുന്നുണ്ട്, ഗെറ്റപ്പ് ചേഞ്ച് ഉണ്ട് ഒരുപാട്. പിന്നീട് നമ്മൾ ഷൂട്ട് കഴിയുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഇത് കറക്റ്റ് അസീസ് ഇവർ രണ്ടുകൂടെ നിൽക്കുമ്പോൾ അറിയാൻ പറ്റാത്ത രീതിയായിപ്പോൾ ഭയങ്കര ഇതായിപ്പോയി. നസീർക്ക് അവനൊരു ബന്ധവും ഇല്ല കാണാൻ. പക്ഷേ ഇത് ഷൂട്ട് കഴിഞ്ഞപ്പോൾ ഇവർ രണ്ടുപേരും ഇപ്പൊ ഈ ഉള്ളവരില് ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ആണ്. ഇപ്പൊ ഒരു 2ാം വരവ് നടത്തി മലയാള സിനിമയിലേക്ക്. അതിനുശേഷം ഇപ്പം നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പം വാഴയിലേക്ക് വരുമ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതിൽ ഞാൻ രാധാകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ട് ക്യാരക്ടറാണ്. അമിതാണ് എൻ്റെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത്. ഭയങ്കര രസമായിരുന്നു. കാര്യം നോബി ആണെങ്കിലും അസീസ് ആണെങ്കിലും ഇവരെയൊക്കെ ആയിട്ട് ഞാൻ ഈ പടത്തിലാണ് ശരിക്കും നേരിട്ട് മുട്ടുന്നത് അല്ലേ. രോമാഞ്ചത്തിലൊക്കെ കണ്ടിട്ടുള്ള പരിചയങ്ങളേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് ഇവരെല്ലാം കൂടെ ഉള്ളതുകൊണ്ട് തന്നെ അറിയാവുന്ന ആൾക്കാരായതുകൊണ്ട് നമുക്ക് അവിടെ ഒരു സെറ്റിൽ അഭിനയിക്കുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഒന്നും ആയിരുന്നില്ല. ഞങ്ങൾ ഒരു ട്രിപ്പ് പോലെ അങ്ങ് പോകുമായിരുന്നു. പിന്നെ വിപിനാണെങ്കിലും ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ട്. എന്താ പറയുക, ഇപ്പം നമുക്ക് പുതിയ രീതിയിലുള്ള ചില സീനിലൊക്കെ എടുക്കുമ്പോൾ പറഞ്ഞൊക്കെ തരും. അത് നമ്മൾ എന്താ പറയുക, സ്ഥിരം അഭിനയിക്കുന്ന ഒരു റൂട്ടുണ്ടാവുമല്ലോ. ആദ്യം ഒരു സീൻ കൈ കിട്ടുമ്പോൾ നമ്മുടെ ഉള്ള സ്റ്റോക്ക് ആദ്യം എടുത്തിടുമല്ലോ. ആ സ്റ്റോക്ക് ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അതങ്ങനെയാണ്, എല്ലാവരും അങ്ങനെയാണ്. ആദ്യം കിട്ടുമ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുന്ന റൂട്ടിലേക്കായിരിക്കും നമ്മളിതിനെ കൊണ്ടുപോകണേ. അപ്പോൾ അതിൽ നിന്ന് മാറ്റി ആ ക്യാരക്ടറിലേക്ക് ആക്കാൻ വേണ്ടി വിപിനും ആനന്ദമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക്. അത് ഞാനങ്ങനെ പറയുന്നത് അല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ഇപ്പോൾ ഈ 2ാം വരവ് എന്ന് പറഞ്ഞു. ഇപ്പോൾ റോഷാക്ക് കഴിഞ്ഞിട്ടുള്ള ആ പടങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഞാൻ ഒരുപാട് ഹാപ്പി ആയിട്ടുള്ള ഒരു വേഷമാണിത്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ എനിക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന ഒരു ക്യാരക്ടറായിരിക്കും രാധാകൃഷ്ണൻ. അതേപോലെ ഈ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യം, ചേട്ടന് മുടിയില്ലാത്തപ്പോൾ ഇത് സൂക്ഷിച്ചു നോക്കിയാൽ ഇത് നസീർക്കാണെന്ന് മനസ്സിലാവുന്നുണ്ട്. കാരണം ഇപ്പോൾ ഉള്ള രൂപമല്ല അങ്ങനെ വരുമ്പോൾ. അപ്പൊ അത് എങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഡിസിഷൻ എങ്ങനെയായിരുന്നു മുടിയില്ലാത്ത? അല്ല, അത് അങ്ങനെ അഭിനയിക്കുന്ന വെച്ചാൽ അത് ക്യാരക്ടറിന് വേണ്ടി നമ്മൾ എന്തും ചെയ്യും. നമുക്ക് ഏത് രൂപത്തിലേക്ക് മാറാം. അതല്ലാതെ റിയൽ ലൈഫിൽ നമ്മൾ അങ്ങനെ തന്നെ നടന്നാൽ പിന്നെ ഒരു ക്യാരക്ടറായിട്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുമ്പോൾ ഒരു വ്യത്യാസം ഫീൽ ചെയ്യില്ല. ഇപ്പം പറഞ്ഞൊരു ഇതില്ലേ ഇപ്പം കാണുന്നതും അല്ലെങ്കിൽ സിനിമയിൽ ക്യാരക്ടറായിട്ട് വരുമ്പോഴുള്ള വ്യത്യാസമില്ലേ, ആ വ്യത്യാസം വരാൻ വേണ്ടിയിട്ടാണ് ഇത്ര കാലം വെയിറ്റ് ചെയ്തത്. അല്ല, നസീർക്ക് ഈ വിഗ് വെച്ചത് തന്നെ മുടി കൊഴിയുന്നതിന് മുമ്പായിരുന്നു. അതാണ് ഭയങ്കര സംഭവം. നസീർക്ക് പണ്ട് നമ്മൾ ശ്രദ്ധിച്ച ഈ ഫിഗർ ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ മാറ്റിയാലും മുടി ഉണ്ടായിരുന്നിക്ക അത് പിന്നെ കാണുമ്പോഴേ അതുപോലെ തോന്നുന്നു, നമുക്ക് ജഗദീഷായിട്ടൊക്കെ തോന്നും. അത് വാങ്ങിക്കാൻ വേണ്ടി മുടി എനിക്കല്ലേ അല്ല, എനിക്ക് എന്നെ ഇങ്ങനെ കാണാൻ ഇഷ്ടം. അതാണ് സത്യം. എന്റെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത് അതിനെ. പക്ഷെ അത് മാറ്റിയപ്പം ഒരു ചേഞ്ച് വന്നത് ഭയങ്കരമായി. ആ സമയത്ത് എടുത്താ പോരെ അല്ലേ? ഒരുപാട് അല്ല, ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ട്. എനിക്കങ്ങനെ അത് മാറ്റണം അല്ലെങ്കിൽ കൊനിയും പഠിക്കണം, ഉള്ളതും കൂടി ഇനി പഠിച്ച് ചെയ്യണം എന്ന് പറഞ്ഞാൽ വിഷയമല്ല. ഷാജോന്റെ സിനിമയിൽ ഞാൻ പിന്നെയും പഠിച്ചിട്ടൊക്കെയാണ് ചെയ്തത്. എനിക്കത് ഇഷ്ടമാണ്. സിനിമയിൽ അങ്ങനെ ചെയ്തിട്ടേ കാര്യമുള്ളൂ. അല്ലാണ്ട് ഞാനായിട്ട് ഇരുന്നിട്ട് തന്നെ വലിയ കുറേ കാലം അങ്ങനെ ഇരുന്നിട്ട് ഒരു പറയാനും ഉണ്ടായില്ല. അങ്ങനെയൊന്നും എല്ലാവരും ലീഡ് ചെയ്യുവാണ്. ഇതിപ്പം പടം കണ്ടു കഴിയുമ്പോഴാണ് ആൾക്കാർ ആര് ലീഡ് ചെയ്തു എന്നുള്ളതൊക്കെ. പിന്നെ ഞങ്ങളെയൊക്കെ വെച്ച് ഇത്ര വലിയൊരു റിസ്ക് മീൻസ് അറിയാലോ, ഞങ്ങളൊക്കെ തുടക്കക്കാരാണ്. അപ്പം ഒരു സിനിമ പിടിക്കുക എന്നുള്ളത് എത്രമാത്രം ഡിഫിക്കൽട്ടാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം ഞങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത സാറ്റലൈറ്റ് ഒന്നും ഇല്ലാത്ത അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതെ, അത് മറ്റൊരു കാര്യം. അത് പിന്നീട് പറയാം. അപ്പം ഞങ്ങളെയൊക്കെ ചേർന്ന് വിപിൻ ചേട്ടനാണെങ്കിലും, വിപിൻ ചേട്ടൻ ഞാൻ ഇതിനെപ്പറ്റി പണ്ട് കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് പലയിടത്തും ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, ഒരു അടിപൊളി വൻ പരിപാടി, പക്ഷെ കഥ കേട്ടിട്ടില്ല.
പക്ഷേ ഞാൻ പണ്ട് വിപിൻ ചേട്ടൻ്റെ അടുത്ത് മുദ്ദുക കഴിഞ്ഞപ്പോൾ തന്നെ ചാൻസ് ചോദിച്ച ഒരാളാണ്. അപ്പോൾ അന്നൊന്നും കിട്ടാ. പിന്നെ വിപിൻ ചേട്ടൻ ഗുരുവായൂരെത്തിയപ്പോൾ വിളിക്കുന്നു. ഗുരുവായൂരിൻ്റെ ഒരു സമയത്ത് ഉച്ചയ്ക്ക് വിപിൻ ചേട്ടൻ നമ്മുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഒരു പരിപാടിയുണ്ട് വാഴ. അപ്പോൾ ചുമ്മാ കഥ പറ, അന്നൊന്നും ഞങ്ങളാണ് ചെയ്യുന്നതെന്ന് ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, ഇങ്ങനെയാണ് പരിപാടികൾ, ഭയങ്കര നമ്മുടെ അങ്ങനെ ഒരു പരിപാടി പറഞ്ഞു. പിന്നെ അത് വിട്ടു. അപ്പോഴാണ് രാജചേട്ടൻ്റെ കാലിനൊരു ഇത് വരുന്നതും ഒരു ബ്രേക്ക് ഉണ്ടാകുന്നതും. അപ്പോൾ വിപിൻ ചേട്ടൻ ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, എടാ നമ്മൾ വാഴ ഉണക്കാൻ പോവുക, നമ്മൾ സന്തോഷം. അപ്പോഴും ഞാൻ എന്തെങ്കിലും രസം നിങ്ങളൊക്കെ തന്നെയാണ് അതിനകത്തുള്ളത്. അങ്ങനെ തുടങ്ങിയതാണ്, ഇവിടം വരെ എത്തി നിൽക്കുന്നു. പക്ഷെ അത് വേറെ വലിയ കാര്യം, ഗുരുവായൂരും വാഴയും നമ്മൾ ഒരേ സമയത്ത് ഷൂട്ട് ചെയ്തതാണെന്നുള്ളതാണ്. ആർക്കും പറഞ്ഞാൽ ചിലപ്പോൾ വിശ്വസിക്കുന്നില്ല. ഗുരുവായൂരിനകത്ത് ഞങ്ങളെല്ലാവരും മറ്റേ കഴിച്ച് ഫുഡൊക്കെ അടിച്ച് നല്ല വലിയ ഇതിലാണെങ്കിൽ ഇതിനകത്ത് ഞങ്ങൾ മൂന്ന് കാലഘട്ടത്തോളം ഉണ്ട് മെലിഞ്ഞും. അത് വിപിൻ ചേട്ടൻ പറഞ്ഞ ഇങ്ങനെയാണ്, ഷൂട്ട് തുടങ്ങാൻ പോവാണ്, 1 മാസം തരാം, വണ്ണം കുറച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഗുരുവായൂരിൻ്റെ ലുക്കിൽ നിന്ന് ഞങ്ങളെ പട്ടിണി കിടന്ന് നേരെ കൊണ്ടുവന്ന് സ്കൂൾ കാലഘട്ടം പരിപാടികളെല്ലാം ചെയ്യുന്നു. അല്ല, ആദ്യം ഡിഗ്രി ചെയ്യുന്നു. പിന്നെ താടി പഠിക്കുന്നതിന് കുറച്ച് മുമ്പ് പറയുന്നു ഗുരുവായൂർ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോഴത്തേനും പറഞ്ഞു പടം ബ്രേക്ക് ചെയ്തു. ഞങ്ങളെ കിളി പറഞ്ഞ് 1 മാസം തരുന്നുണ്ട്, എല്ലാവരും ഫുഡ് അടിച്ചിട്ട് വണ്ണം കയറ്റിക്കോളാൻ. അങ്ങനെ എല്ലാവരും പോയി ഫുഡ് അടിച്ചിട്ട് വണ്ണം കയറ്റിയിട്ട് നേരെ പോയി ഗുരുവായൂരിൻ്റെ ക്ലൈമാക്സ് 26 ദിവസം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് പറയുന്നു ഒരു 20 ദിവസം അടുത്ത് 15 ദിവസം തരുന്നു, വണ്ണം കുറച്ചിട്ട് മറ്റേ ലുക്ക് വരും. ഞാനും ജോമോൻ ഞങ്ങൾക്ക് ഒന്നും കിട്ടുന്നില്ല, എന്ത് ചെയ്യണം അങ്ങനെ ചെയ്തതാണ്. അങ്ങനെ ചെയ്തൊരു പരിപാടിയാണിത്. പക്ഷെ ഇത് എത്ര പേര് ഇത് 2 ഒരേ സമയത്ത് ഇതിൽ വിടമാണ്. ഗുരുവായൂർ അതായത് ഇത് 2 മിക്സാ. എനിക്കൊന്ന് 2 ദിവസം മുമ്പ് ഷൂട്ട് ചെയ്യുന്നു. ഏപ്രിലിൽ ഷൂട്ട് ചെയ്തു ഗുരുവായൂർ. ഏപ്രിൽ നമ്മൾ ഹൈദരാബാദ് ഷെഡ്യൂൾ ഏപ്രിലാണ് ഷൂട്ട്. മെയ്യിലാണ് പടം റിലീസ്. അത് ചെറിയ ഷെഡ്യൂൾ. അപ്പൊ ഗുരുവായൂരിന്റെ കാര്യം പറഞ്ഞപ്പോഴാ ചേട്ടൻ ഇന്റർവ്യൂല് പറഞ്ഞായിരുന്നു, രാജിച്ചേട്ടൻ ജോമോന്റെ ആ ഒരു സീൻ അല്ലെങ്കിൽ മറ്റേ കാക്കാത്തി മറ്റേ കൈനോട്ടക്കാരനായിട്ട് വരുന്ന സീൻ എങ്ങനെ ഉണ്ടെന്ന ആ പേടിയായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ അതിനുശേഷം നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം അത് കേട്ടിരുന്നു രാജേട്ടൻ വിപിൻചേട്ടനോട് പറഞ്ഞു. ഇതൊന്നും ഞാൻ കേട്ടില്ല. സംഭവം അത് രാജചേട്ടൻ ഏറ്റവും പേടിയുള്ള ഗുരുവായൂരിൽ ഏറ്റവും പേടിയുള്ള ഒരു സീൻ, അതായത് വർക്ക് ആവത്തില്ല എന്ന് വിചാരിച്ച സീൻ ജോമോന്റെ ആയിരുന്നു. പക്ഷെ അത് എഡിറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടു കഴിഞ്ഞിട്ട് സൂപ്പർ ആയിട്ടുണ്ട്, ജോമോ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് വിപിൻ ചേട്ടനോട് പറഞ്ഞു. അതറിഞ്ഞു? അതറിഞ്ഞ. പക്ഷെ ആ സിനിമയിൽ ഉണ്ടാവുമെന്ന് എനിക്ക് സംശയമായിരുന്നു. വിജയൻ അത് വർക്കായിരുന്നു, ഭയങ്കര വർക്കായ സീന. എനിക്ക് പക്ഷെ ഞാൻ ചോദിച്ചപ്പോഴത്തേക്കും അസോസിയേറ്റ് ഒക്കെ പറഞ്ഞ് നീ ഒന്നും പ്രതീക്ഷിക്കില്ല, ചിലപ്പോൾ അത് ചിലപ്പോൾ ഉണ്ടാവും എന്ന് പറഞ്ഞു. അപ്പൊ എനിക്ക് വലിയ പ്രതീക്ഷയില്ലായിരുന്നു തിയേറ്ററിൽ അത് ഉണ്ടാവില്ലെന്ന്. തിയേറ്ററിൽ വന്ന് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ രാജു ചോദിച്ചായിരുന്നു ആരാ ഈ പയ്യൻ. നമ്മള് അന്ന് കയ്യിൽ സ്ക്രിപ്റ്റ് ഒന്നുമില്ലല്ലോ, വന്നിട്ട് അഭിനയിക്കാനുണ്ടോ. ഇവൻ തോന്നിയത് പറയും, അതുപോലെ തോന്നിയത് ജഗദീഷേട്ടൻ പറയും, അപ്പൊ അതുപോലെ രാജുവും പറയണം. രാജു അങ്ങനെ സാധനം രാജുവിന് സ്റ്റക്കായി. പക്ഷെ പുള്ളിയും ചെയ്തു. എന്നിട്ട് ആരാ ഇവൻ, ആരുടെ ഇവൻ എങ്ങനെയുണ്ടായിരുന്നു രാജചേട്ടനോടൊക്കെ അഭിനയിച്ച എക്സ്പീരിയൻസ് ഒക്കെ? അവൻ ഓർമ്മയില്ലല്ലോ. എങ്കിലൊന്ന് റിക്കളക്ട് ചെയ്യുമ്പോ അല്ല, ഞാൻ പുള്ളി ആദ്യമായിട്ട് അടുത്ത് കാണുന്നത് ഇതിന്റെ പക്ഷിരാജൻ സീനിലാണ്. ഇവന്റെ മുഖം മനസ്സിലാവുന്നില്ല, ഒറിജിനൽ ഇങ്ങനെയാണോ മീശ വറക്കുന്നുണ്ട്. എന്നിട്ട് പറഞ്ഞു അതൊക്കെ അഭിനയമാണ് കേട്ടോ, അവന്റെ മീശ വരെ അഭിനയിക്കുന്നെന്ന്. ആദ്യം നമ്മൾ തുടങ്ങിയപ്പോഴത്തേക്ക് 1-2 തവണ ഒന്ന് പതറിപ്പോയി. കാരണം നമ്മള് സിനിമയിൽ കണ്ട ആളല്ലേ, പെട്ടെന്ന് കൂടെ ഒന്ന് അഭിനയിക്കാന്ന് പറയുമ്പോഴത്തേക്കും അതൊരു പിന്നീട് കുഴപ്പമൊന്നുമില്ല. വിജയേട്ടൻ എൻ്റെ കൂടെ ഉണ്ട്, വേറെ പ്രശ്നമില്ല. പിന്നെ അതേപോലെ ഈ സിനിമയില് എന്താ ഹാഷിറൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ഹാഷിർ എന്നൊക്കെ പറഞ്ഞ ഇൻസ്റ്റഗ്രാമിലെ തരംഗമാണ്, ഫാൻസ് ഗേൾ ഫോളോവേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വരുന്നത്? അവരോടൊക്കെ വർക്ക് ചെയ്തപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് വിപിൻ ചേട്ടനാണ് കൊണ്ടത്. ഹാഷിർ തരംഗം. ഞങ്ങളിപ്പോൾ അവിടുന്ന് ഫുഡ് കഴിച്ചോണ്ടിരുന്ന പറയായിരുന്നു 1100 കമന്റ് ഉണ്ടെങ്കിൽ 1050 ഹാഷിറും, പിന്നെ 10 എന്റെ ഫേക്ക് ഉണ്ട്, 10 അവന് സൂപ്പർ, സിജു സൂപ്പർ, പിന്നെ ഒരു 50 മറ്റേ ലവ് ഹാഷിറിനുള്ളതാ. അതിൻ്റെ ഇടയിൽ ഒരെണ്ണം ഞാൻ കണ്ടു, കോട്ടയം നസീർക്കയും മറ്റേ എന്താണ് നമ്മുടെ അസീസിന്റെയും പേര്, ഒരെണ്ണം. അത് ആരായിട്ടെന്ന് അന്വേഷിക്കേണ്ടിയിരിക്കുന്നത്.
അവർക്ക് കൂടെ വല്ല വേണ്ടേ. ഈ ആഷിർ തരംഗം ഭയങ്കരമാണ്. ആഷിർ തരംഗം അങ്ങനെ തന്നെ പറയാം അല്ലേ? ആഷിറൊക്കെ ആദ്യമായിട്ട് അഭിനയിക്കുന്ന സിനിമയാണ് തോന്നുന്നത്. അപ്പം ഓഡിയൻസ് ഒക്കെ അല്ലെങ്കിൽ അവരുടെ ഫാൻസ് ഒക്കെ അത്രത്തോളം എക്സ്പെക്ട് ചെയ്തായിരിക്കുമല്ലോ ഇരിക്കുന്നത്. ഇതൊരു അവഞ്ചേഴ്സ് ആണ്. അതെ. ചെയ്യുന്നവര്, ബ്ലോഗ് ചെയ്യുന്നവര്, കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, പഴയ മിമിക്രിക്കാര്, അങ്ങനെ പല യൂണിവേഴ്സ് ഒന്നിക്കുന്ന ഒരു അവഞ്ചേഴ്സ് ആണ്. അതെ. അപ്പൊ നമുക്ക് പഴയ മിമിക്രിക്കാരെന്ന് പറഞ്ഞപ്പം ഇവരോട് തന്നെ ചോദിക്കാം, ഈ ഇപ്പോഴത്തെ കുട്ടികളോടൊപ്പം അല്ലെങ്കിൽ ഇപ്പോഴത്തെ യൂത്തിനോടൊപ്പം വർക്ക് ചെയ്തപ്പം അവരായിട്ട് വേവിൽ എന്ത് കറക്റ്റ് ആവുന്നുണ്ടോ? കറക്റ്റ് ആവുന്നുണ്ടോന്നുള്ളതല്ല, നമുക്ക് നിൽക്കണമെങ്കിൽ അങ്ങനെ നിന്നേ പറ്റൂ. അവരുടെ വേവലെങ്കിലേക്ക് പോകുക എന്നല്ലാതെ അവരെ നമ്മൾ കൊണ്ടുവരാൻ നോക്കിയിട്ട് കാര്യമില്ല. അല്ല, പുതിയ തലമുറയോടൊപ്പം അതൊരു രസമല്ല. ഞാൻ 21ാമത്തെ വയസ്സ് സിനിമ വന്നതാണ്. അന്ന് എൻ്റെ കമ്പനി അല്ലെങ്കിൽ എന്നെ കൂടെ കൂട്ടിയിരുന്നതൊക്കെ ജനാർദ്ദൻ ചേട്ടന്, ഇന്നസെൻ്റ് ചേട്ടന്, രായമ്പി ചേട്ടൻ, മാമുക്ക, അങ്ങനെ തുടങ്ങിയ സീനിയർ ആർട്ടിസ്റ്റുകളായിരുന്നു. അവരോടൊപ്പമായിരുന്നു ആ കാലം. ഇന്നിപ്പോൾ ഞാൻ ഇതിൽ ഇവരെക്കാൾ കുറച്ച് മൂത്ത ആളല്ലേ. ഇന്നിപ്പോൾ ഈ തലമുറയോടൊപ്പം എനിക്ക് യോജിക്കാൻ പറ്റുന്നുണ്ട്. നമുക്കെല്ലാം ബാലൻസ് ചെയ്തങ്ങ് പോകാൻ പറ്റും. പിന്നെ അല്ല, അവരോടൊപ്പം നമ്മൾ ചേരുക, അതാണ് നല്ലത്. അത്രേ ഉള്ളൂ. അപ്പൊ ഈ സിനിമ അഭിനയിച്ചു കഴിഞ്ഞപ്പോ അല്ലെങ്കിൽ സിനിമ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോ ശരിക്കും ഈ പേരിന് ആപ്റ്റ് ആയിട്ടുള്ളത് ആരായിട്ടാണ് തോന്നിയത്? പരസ്പരം നമ്മൾ കണ്ണാടി നോക്കുമ്പോ എല്ലാവരും തോന്നും നമ്മളാ അല്ലേ? അല്ല, ഇത് സംഭവം പറയുമ്പോ ഇപ്പൊ ഏത് പടം വാഴ, കറക്റ്റ്, അത് ഓട്ടോമാറ്റിക് എല്ലാരും പറഞ്ഞു പോകും. ഏത് പടമാണ് ഇപ്പൊ ഏതാണ് ഇപ്പൊ വാഴ, നായകനല്ലല്ലോ. അല്ല, ഈ കുറെ വാഴ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാണ്. എനിക്ക് ബിഗ് ബോസ് സമയത്ത് മൊത്തവും വാഴയായിരുന്നു ഞാൻ. അതുകൊണ്ട് എനിക്കത് വിഷയമേ അല്ല. ലാലേട്ടൻ വരെ ചോദിച്ചു, വാഴ ലാലേട്ടൻ വിഷമമുണ്ടോ അങ്ങനെ പറയാം. ഞാൻ പറയും, എന്ത് വിഷമം ചേട്ടാ, ദൈവാനുഗ്രഹം കൊണ്ട് കറക്റ്റ് അങ്ങനെ ഒരു പടത്തിൽ അഭിനയിക്കാൻ പറ്റിയ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യമാണ്. കാര്യം ഞങ്ങളുടെ ബിഗ് ബോസ് കഴിഞ്ഞ് ഒരു 2 മാസം കഴിഞ്ഞിട്ടാണ് ഫിനാലെ. അപ്പോൾ ഇതാണല്ലോ ഇത്, ഫാൻസാണല്ലോ അങ്ങോട്ട് ചെറുപ്പം കൊല്ലുന്നത്. എനിക്കൊക്കെ വാഴ കിടിലൻ ഫിറോസിൻ്റെ കട്ടിൽ ഫിറോസ് ഇങ്ങനെ കിടക്കുന്നുണ്ട്, അതിൻ്റെ ട്രോളിങ്ങനെ വന്നോണ്ടിരിക്കണം. മോനെ വിഷമം ഉണ്ടാ മോനെ എന്നോട് ചോദിച്ചു, ഈ വാഴയൊക്കെ ഇങ്ങനെ വിളിക്കുന്നത്. ഞാൻ എന്ത് വിഷമം ചേട്ടാ. ഒരു സ്കൂൾ കാലഘട്ടത്തിലെ കഥയാണ് പറയുന്നത്. അല്ലല്ല, സ്കൂൾ കാലത്ത് മാത്രമല്ല, കുട്ടി ജനിച്ച് അവൻ്റെ ഒരു 27-28 വയസ്സ് വരെ പറയുന്നുണ്ട്. സ്കൂൾ കാലഘട്ടം ഒരു പീരീഡ്, ഒരു സീക്വൻസുകൾ മാത്രമേ ഉള്ളൂ. ശരിക്കും ഇവര് വലിയ ആൾക്കാരുടെ കഥയാണ്. അവരാണ് തുടങ്ങുന്നത് സിനിമ. ആസിഫിക്കയും നസീറിക്കയും നോബിജാറ്റിനും കൂടെയാണ് സിനിമ തുടങ്ങുന്നത്. അവരുടെ ലൈഫിന്റെ ഒരു 30 വർഷമാണ് നമ്മൾ ശരിക്കും കാണുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നോക്കുമ്പം ഭയങ്കര അപ്ഡേറ്റഡ് എന്ന് പറയുന്ന ആൾക്കാരാണ്. അല്ലെങ്കിൽ ഇപ്പൊ പിള്ളേരാണെങ്കിലും ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു വേറെ യൂണിവേഴ്സ് എന്ന് തന്നെ പറയാം. ചിലപ്പം ഒരു 30+ ആയിട്ടുള്ള ആൾക്കാർക്ക് കണക്ട് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവർ സംസാരിക്കുന്നതായിക്കോട്ടെ, അവർ പ്രവർത്തിക്കുന്നതായിക്കോട്ടെ. അപ്പൊ ഈ സിനിമയില് ഈ മക്കള് അത്തരത്തിലുള്ള ആൾക്കാരാണോ അതോ സാധാരണ നാട്ടിൻപുറത്തുള്ള അതേപോലുള്ള ക്യാരക്ടേഴ്സ് ആണോ? 80% ഈ ടൈപ്പ് ഓഫ് മക്കളായിരിക്കും. ഈ സിനിമ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഈ സിനിമ കാണുമ്പം ആര് കണ്ടാലും അവർക്ക് റിലേറ്റഡ് ആയിരിക്കും ഈ സബ്ജക്റ്റ്. ഇത് ഞാനുമായിട്ട് എന്തോ ബന്ധമുണ്ടല്ലോ, ഇത് ഞാനാണ് ഈ ക്യാരക്ടർ എന്ന് തോന്നും. അതാണ് ഭയങ്കര. ഇതേ കാര്യം തന്നെയാണ് പറഞ്ഞത്. നിങ്ങളുടെ വീട്ടിലെ സ്ത്രീകളെ ഓർമ്മ വരും, ഇതാണ് നിങ്ങളുടെ വീട്ടിലെ പുരുഷന്മാരെയും മക്കളെയും ഓർമ്മ വരും. അത് കാരണം ഈ കാണുന്ന പോസ്റ്ററുകൾ എല്ലാ മക്കൾക്കും ഓരോ ടൈപ്പ് ഓഫ് നമ്മളിൽ ഒരാളാണ്. അതിൽ ഓരോ അച്ഛന്മാർക്കും ഓരോ സ്വഭാവമുണ്ട്, മക്കൾക്കും അതേപോലെ തന്നെ. 6 അച്ഛന്മാരും 6 മക്കളാണ്. അതിന്റെ ഒരാളെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഒന്നും ആയിട്ടില്ല. ഞാൻ അവ ഉറങ്ങിയിട്ട് 2 ആഴ്ച ഇത് കഴിഞ്ഞിട്ട് ഉറങ്ങണം. അപ്പൊ ഇതിന്റെ ഡയറക്ടർ ആനന്ദ് മേനോൻ, ആനന്ദ് ഗൗതമിന്റെ രഥത്തിന്റെ ഡയറക്ടറാണ്. പുള്ളി ഇപ്പൊ കുറച്ച് വർക്കായിട്ട് ഓടിയിട്ടുണ്ട്. പുള്ളി അടുത്ത ഇന്റർവ്യൂലേക്ക് വരുള്ളൂ, അതുകൊണ്ട് ഞാൻ കയറിയിരിക്കുന്നുണ്ട്. അപ്പോൾ പുള്ളി എനിക്ക് കഴിഞ്ഞൊരു കുറെ വർഷങ്ങളായിട്ട് എനിക്കറിയാം. അപ്പം നല്ല കഴിവുള്ള ഒരാളാണ്. അപ്പം ഞാൻ എൻ്റെ ഒരു പ്രൊഡക്ഷൻ ഹൗസ് തുടങ്ങിയപ്പോൾ എൻ്റെ ഫസ്റ്റ് തീരുമാനം, എൻ്റെ ഒരു ആദ്യത്തെ പടം കഴിഞ്ഞ് എനിക്കൊരു 6 വർഷം നഷ്ടപ്പെട്ടു. അപ്പോൾ അതുപോലെ ഫസ്റ്റ് പടം ഇച്ചിരി പാടിപ്പോയിട്ട് എന്നാൽ കഴിവുള്ളൊരു സംവിധാനം എവിടെയെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഞാൻ അയാൾക്ക് ഒരു അവസരം കൊടുക്കുന്ന ഒരു തീരുമാനം ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് വേറെ ഒരിടത്തും പോയിട്ടില്ല, ചുറ്റുന്ന ആൾക്കാരുണ്ട്. ആനന്ദ ഒരു ഒരാളാണ്, അത്യാവശ്യം നല്ല ടാലൻ്റ് ഉള്ള ഒരാളാണ്. എന്താ പറയുക, ആ സിനിമ നന്നായിട്ട് എക്സിക്യൂട്ടീവ് ചെയ്തിട്ടുണ്ടായിരുന്നു ഗവൺമെൻറ് രഥം. പക്ഷെ എന്തോ അന്നത്തെ പ്രൊമോഷൻ ടാക്സ്, പിന്നെ ആ സിനിമ ആ റിലീസിങ് ടൈമിൽ എന്തോ പറ്റിയിട്ട് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. പക്ഷെ സിനിമയിലെ പാട്ടുകളും സിനിമയും കണ്ടവർക്കൊക്കെ അത് ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. അപ്പം പിന്നെ വേറെ നോക്കാനില്ല, ആനന്ദിന് അത് കൊടുക്കുക എന്നുള്ളതായിരുന്നു. അപ്പം അത് എനിക്ക് ഇതുപോലൊരു അവസരം പലരും തന്നതാണ്. അപ്പം അതുപോലെ
ഞാനൊരു അവസരം ഈ പറഞ്ഞ പോലെ അങ്ങനെ ഒരു കഴിവുള്ള ഒരാളെ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പൊ അത് കൃത്യമായിട്ട് ആനന്ദിനകത്തുണ്ടായിരുന്നു. ആനന്ദ് കുറച്ചുകൂടി ഫാമിലി ഓറിയന്റഡ് സിനിമകൾ ചെയ്യാൻ പറ്റിയ ഒരാളാണ്. ഈ പറഞ്ഞ ഗവൺമെന്റ് അതും അതേ മൂഡിൽ ചെയ്ത ഒരാളാണ്. അപ്പം എനിക്കത് തോന്നിയിട്ടുണ്ട്, ഭയങ്കര ഉൾക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഇമോഷണൽ ഈവൻ ആനന്ദ് തള്ളിയില്ലേ ഇപ്പോൾ അഭിനയിക്കാനും ഒക്കെ ആളുകൾ ടാക്കിൾ ചെയ്യുന്ന ഈ പറഞ്ഞ ആക്ടേഴ്സിനെയൊക്കെ ഒന്ന് കൃത്യമായിട്ട് മോൾഡ് ചെയ്യാനൊക്കെ പറ്റിയൊരു ഡയറക്ടറായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം എന്തുകൊണ്ടും ആനന്ദ് അതിനകത്ത് ബെസ്റ്റൊരു ആക്ടർ ഡയറക്ടറായിരുന്നു. അദ്ദേഹത്തിന്റെ ഷോർട്ട് ഫിലിം അദ്ദേഹം അഭിനയിച്ചൊരു ഷോർട്ട് ഫിലിം ഗംഭീരമായിട്ട് അദ്ദേഹം അഭിനയിക്കുകയും ചെയ്തു. എന്നെ തരോണ്ട് അഭിനയിച്ചിട്ടുണ്ട്. അല്ല പുള്ളി നന്നായിട്ട് അല്ല വേറെ അതിനകത്ത് വില്ലൻ വിഭിഞ്ചേണ്ട ഗൈസ് എല്ലാവരും പോയി കാണും. മാഗ്നെറ്റോ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിം ഉണ്ട്. ആ ഷോർട്ട് ഫിലിമിന്റെ ക്ലൈമാക്സിലെ വില്ലൻ അദ്ദേഹമാണ്. അയ്യാ അയ്യാ അല്ല ബിബിനെ ഇങ്ങനെ കാണുമ്പോൾ എല്ലാവരും ഭയങ്കര ഈ തലമുടി ഇങ്ങനെ വെച്ചിട്ട് സീരിയസ് ഇങ്ങനായിട്ട് കാണും. കൊച്ചു പയ്യനാണ്. കളർ ചെയ്തല്ലേ. അതൊക്കെ വെച്ചിട്ടാണ് ഇത്തിരി അല്ലേ മെച്ചൂടാന്ന് പറഞ്ഞ് നമ്മൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അതാ ഇപ്പം പൊളിച്ചത്. അതെ. ഓക്കെ, അപ്പം സിജുവിലേക്ക് വരുമ്പം ഇപ്പം ഗുരുവായൂർ അമ്പല നടയിൽ ഉണ്ടായിരുന്നു, വീണ്ടും ബിബിൻ ചേട്ടനോടൊപ്പം ഒന്നിക്കുന്നു. ഇപ്പം എങ്ങനെയുണ്ട് മലയാള സിനിമയിൽ സിജുവിന് ഒരു സ്പേസ് എന്ന ആ ഒരു ലെവലായോ? ഒന്നും പറയാൻ പറ്റുന്നില്ല. സ്പേസ് ആയെന്നൊക്കെ നല്ല റോഡുകൾ വരുമ്പോൾ ആൾക്കാരെ വിളിക്കും. നമ്മൾ നല്ല പടങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടിട്ടാണല്ലോ അടുത്ത. അല്ലാതെ എന്നോടുള്ള എന്നാൽ അവനെ രക്ഷപ്പെടുത്താം എന്നുള്ള തോന്നൽ എല്ലാവരും വിളിച്ചിട്ട് നമ്മളൊരു പരിപാടി ചെയ്തു. അങ്ങനല്ല, നമ്മളൊരു പരിപാടി ചെയ്തു കണ്ടു ഓക്കെ എന്നാ പിന്നെ അടുത്ത പടം അങ്ങനെയാണല്ലോ വിളിക്കുന്നത്. ഇപ്പൊ ഈവൻ ബിബിൻ ചേട്ടൻ പോലും വിളിച്ചത് എന്താ ഗുരുവായൂരിന് കൂടെ ഉണ്ടായിരുന്നല്ലോ. ഗുരുവായൂർ കണ്ട് ഓക്കെ ഇവൻ ആ റോളിന് ഓക്കെയാണ് ഇപ്പം ജോമൻ അങ്ങനെയാണല്ലോ. അല്ലാതെ എന്നെ രക്ഷപ്പെടുത്താം അങ്ങനൊന്നും ആരുമില്ല. മീൻസ് ഒരാൾ നമ്മളൊരു പരിപാടി ചെയ്യുന്നു, ആ പരിപാടി കണ്ടിട്ട് അവൻ ഓക്കെയാണ് ഒന്ന് കണ്ടിട്ടാണല്ലോ എല്ലാവരും വിളിക്കുന്നത്. അപ്പം സ്പേസ് ഉണ്ടോ എന്നുള്ളതൊക്കെ എൻ്റെ കയ്യിലിരിപ്പോലൊക്കെ ഇരിക്കും. സ്പേസ് പോകാനും സ്പേസ് കൂടുന്നതും കുറയുന്നതും സ്പേസ് ഒന്നും ഇല്ലാതിരിക്കുന്നതൊക്കെ എൻ്റെ കയ്യിലിരിപ്പോലാണ്. അത് പണിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പം എൻ്റെ ചിലപ്പോൾ പരിപാടികൾ പാളുകയാണെങ്കിൽ എൻ്റെ പാളിയത് എവിടെയാണെന്ന് ഞാൻ തന്നെ തിരിച്ചറിയുക, പണിയെടുക്കുക. അത്രയാണ്. തിരക്കഥയും കൂടെ എഴുതുന്നുണ്ട്. അതെ അതെ. അപ്പം ബിബിൻ ചേട്ടനിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ടിപ്സോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയോ? ഇവരെയൊക്കെ കണ്ടിട്ടാണല്ലോ ഞാൻ വരുന്നത്. ഇഷ്ടപ്പെട്ടില്ലേ? അത് ഇഷ്ടപ്പെട്ടില്ലേ? ബിബിൻ ചേട്ടനൊക്കെ ബിബിൻ ചേട്ടൻ്റെ ഞാൻ പണ്ട സമയത്ത് മുദ്ദുക്ക എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ്. അന്ന് എനിക്കൊന്നും അറിയത്തില്ലായിരുന്നു. പക്ഷെ മുദ്ദുക്ക എനിക്ക് ഭയങ്കര അന്നത്തെ സമയത്ത് അതിനകത്ത് വില്ലന്മാരെ പ്രസന്റ് ചെയ്തിരിക്കുന്നു. വിജയ് ബാബുവിനെ വില്ലനായിട്ട് റാംബോ അല്ലേ, അതൊക്കെ ഭയങ്കര അന്ന് ഇത് കൊള്ളല്ലോ. മറ്റേ ക്യാരി ബാഗായിട്ട് മറ്റേ യൂറിനറി ബാഗായിട്ട് നടക്കുന്ന ഒരു ഡോൺ, അതൊക്കെ അത് ഭയങ്കര പരിപാടി. ഞാൻ കൊള്ളാല്ലേ അതൊക്കെ ആ ടൈപ്പ് ഓഫ് അതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയാണ്. പിന്നെ തിരക്കഥ എന്നുള്ളത് ഇപ്പം മരണമാസം എന്ന് പറഞ്ഞ പരിപാടിയാണ്. അത് എഴുതിപ്പോയി. അത് എങ്ങനെ എഴുതി അത് അല്ലാതെ ഞാൻ എഴുതിയപ്പോ തന്നെ വിചാരിച്ചിരുന്നു ബേസിൽ ജോസഫ് ആയിരിക്കണം? ഇല്ലില്ല അങ്ങനെയൊന്നും വിചാരിച്ചിരുന്നില്ല. ബേസിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ബേസിലേട്ടനൊക്കെ എത്തുന്നത് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോവിനോ തോമസ് ചോദിച്ചാണ്. അപ്പം പുള്ളിയുടെ അടുത്ത് സ്ക്രിപ്റ്റ് റീഡിങ്ങിനായിട്ട് ഡയറക്ടർ പോയ സമയത്ത് അന്ന് കാലിന് ഫ്രാക്ചറായിട്ട് റെസ്റ്റിലായിരുന്നു ചോദിച്ചേട്ടൻ. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് റീഡ് ചെയ്യുന്നപ്പോൾ കൂട്ടുകാരനെ കാണാൻ മറ്റേ കുജേലം വരുന്ന പോലെ ബേസിലേട്ടൻ അവിടെ വന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഈ സ്ക്രിപ്റ്റ് ഇത് കേൾക്കുന്നു, പുള്ളിക്കും ഒരു പരിപാടിയുണ്ട്. അങ്ങനെയാണ് അവിടെ വെച്ചാണ്. അല്ലല്ല, അത് ശിവപ്രസാദ് ഡയറക്ടറാണ് പ്രസന്റ് ചെയ്തത്. കാരണം അവർ ഓൾറെഡി മിന്നൽ മുള്ളിക്കകത്ത് ബേസിലേട്ടൻ്റെ അസോസിയേറ്റ് ആയിരുന്നു ശിവപ്രസാദ്. പിന്നെ ഓൾറെഡി ചോദിച്ചേട്ടൻ വേണ്ടിയിട്ടുണ്ട്. അങ്ങനെ എനിക്കറിയത്തില്ല. അത് പുള്ളിയല്ലേ അത് ഞാൻ എപ്പോഴും ചോദിക്കും. എപ്പോഴും എല്ലാവരും അതിനകത്തൊന്നും ഒരു മടിയില്ല. അത് എപ്പോൾ കണ്ടാലും ഞാൻ ചോദിക്കും. ചോദിക്കാം തീർച്ചയായിട്ടും. ഇല്ല അങ്ങനെ ചോദിക്കാം. പക്ഷെ നമ്മളിങ്ങനെ ഞരക്കലും മൂടലും ഒക്കെ സൈഡിൽ കൂടെ ഒക്കെ എന്തെങ്കിലും ഞാൻ പറഞ്ഞില്ല, എല്ലാ ആൾക്കാർക്കും അറിയാം ഇവന് ഈ റോളിനുള്ളതുണ്ടോ അല്ലെങ്കിൽ വേറെ ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. അത് അടുത്തത് ഇപ്പോൾ വരാനുള്ളത് നമ്മുടെ എം എ നിഷാദ് ഡയറക്റ്റ് ചെയ്തിരിക്കുന്ന പടമാണ് അന്വേഷണത്തിൻ്റെ തുടക്കം. പിന്നെ വിനയൻ സാറിൻ്റെ മോൻ ചെയ്തിരിക്കുന്ന സിനിമയുണ്ട് ആനന്ദ് ശ്രീബാല. പിന്നെ ഇപ്പോൾ ഖാലിദ് റഹ്മാൻ്റെ പടമാണ് ഇപ്പോൾ ഷൂട്ട് കഴിഞ്ഞത്. നെസ്ലിനൊക്കെ നായകനാണ്. ഇടിപ്പടം. ഹൈറ്റിലേക്ക് തിരിഞ്ഞിരിക്കുന്നു. ക്യാരക്ടർ റോളിൽ നിന്ന് ഇനിയും ഫൈറ്റ്
ഫൈറ്റ് മൊത്തത്തിൽ ചേഞ്ചായി കിളവാതെ ഇടി വിടണം. ഇല്ല അതിലും വെക്കില്ല പേടിക്കില്ല. സിനിമ എന്തായാലും ഓഗസ്റ്റ് 15 ഇറങ്ങാനിരിക്കുകയാണ്. നിങ്ങൾ എന്നോട് പങ്കുവെക്കാത്ത എന്തെങ്കിലും കാര്യങ്ങൾ പ്രേക്ഷകരോട് പറയാനുണ്ടെങ്കിൽ ഈ അവസരത്തിൽ പറയാം. ഉണ്ട് എല്ലാവരും പോയി സിനിമ കാണും. അത് ഞങ്ങൾ പങ്കുവച്ചിട്ടില്ല. ആഗസ്റ്റ് 5 സിനിമ കാണാൻ പറ്റുമെങ്കിൽ എല്ലാവരും പേരൻസിനെ കൂട്ടി തന്നെ കാണുക. അതായത് നിങ്ങൾ തമ്മിലുള്ള കണക്ഷനാണ് ഈ പടം മൊത്തം. അത് ടീച്ചർ പോലെയും കോമഡി മാത്രമല്ല, ഇതിനകത്തൊരു ഇമോഷണലി ഞാനൊക്കെ പണ്ട് പറയാൻ മടിച്ചിരുന്നൊരു വിഷമമാണ്. ഞാനൊക്കെ റൂമിൽ ഒറ്റയ്ക്കിരുന്ന് കരഞ്ഞിട്ടൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയുള്ള പല സിറ്റുവേഷൻസുകളും ഇതിനകത്തുണ്ട്. നമുക്ക് ഇത് ഷെയർ ചെയ്യാൻ ആരും ഇല്ലല്ലോ, അല്ലെങ്കിൽ ആരും കൂടെ ഇല്ലല്ലോ എന്നുള്ളൊരു സീൻ വന്നിട്ടുണ്ട്. അതൊക്കെ ഇതിനകത്തുണ്ട്. എല്ലാവരും വരണം, കാണണം. സില്ലിയല്ല, നമുക്ക് ഫ്യൂച്ചർ, നമുക്ക് എല്ലാം കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടല്ലോ. നമ്മൾ പല കാര്യങ്ങൾ കൊണ്ടും ഫോഴ്സറായിട്ട് മറ്റുള്ളവർക്ക് വേണ്ടിയായിട്ട് ഇതിനി എവിടെ ഇത് എൻഡ് ചെയ്യും, എൻ്റെ കരിയർ എങ്ങോട്ടാണ് പോകുന്നതെന്നല്ല നിൽക്കുന്നൊരവസ്ഥ ഉണ്ടല്ലോ. അങ്ങനൊക്കെ ഇരുന്നുള്ളൊരു പല ഇതുമുണ്ട്. എനിക്കറിയാം, കാരണം സിനിമാ മോഹമായിട്ട് എറണാകുളത്ത് വന്ന് പട്ടിണി കിടന്ന കുറെ നാളുകളുണ്ട്. അല്ല, പട്ടിണിയല്ല, കഴിക്കാൻ കിട്ടും. അങ്ങനെ മറ്റേ പൈപ്പ് വെള്ളം ലൈനല്ല, പൈപ്പ് വെള്ളം കുടിച്ച് ആ പരിപാടിയൊന്നുമല്ല. ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയുണ്ട്. പക്ഷെ മറ്റേ നമുക്ക് അറിയാമല്ലോ, എനിക്ക് ഓർമ്മയുണ്ട് അരിച്ചാക്ക് മേടിച്ച് വെച്ചിട്ട് കഞ്ഞി വെച്ച് പിടിച്ച ഒരു കാലം ഉണ്ടായിരുന്നു. അതെ, അത് ഇപ്പം ആ ഒരു കാലഘട്ടമൊക്കെ ഓർക്കുമ്പോ അല്ല, അത് കാലഘട്ടം ഓർക്കുമല്ല. അത് കഞ്ഞി ഇപ്പോഴും ഞാൻ കുടിക്കും. അത് അന്നും കുടിക്കും, ഇപ്പോഴും കുടിക്കുമേ. പണിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ കഞ്ഞി കുടിച്ചതിന്റെ ഫലമായിട്ടൊന്നും. ഞാൻ കഞ്ഞി മാത്രം കുടിച്ചൊരു എറണാകുളത്ത് റൂം എടുത്തിരുന്നു കഴിഞ്ഞാൽ എനിക്ക് ആ സിനിമ വരത്തില്ല. പണിയെടുത്തിരുന്നു, നല്ല രീതിയിൽ പണിയെടുത്തു. അത് ഇപ്പോഴും റീൽസൊക്കെ അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ആദ്യ സമയങ്ങളിൽ റീൽസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരും പണിയൊന്നും ഇല്ലയോ, പണി മീൻസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മറ്റു കാര്യം കൊണ്ടൊന്നുമില്ല. പക്ഷേ ആ റീൽസാണ് എന്നെ സിനിമയിലെത്തിച്ചത്. ഈവൻ ഹാഷിർ പോലും, ഹാഷിറിൻ്റെ റീലാണ് ഹാഷിറിനെ ഒരു ഇപ്പം ഞങ്ങളിപ്പോഴും പറഞ്ഞ കമൻസിൽ അത്രയും മെൻഷനിങ് വരണമെങ്കിൽ അവന് എല്ലാവർക്കും ആ റീൽസിൽ നിന്ന് ഇങ്ങോട്ട്, അത് ഇതുപോലുള്ള ഡയറക്ടേഴ്സോ ആൾക്കാർ നമ്മളെ കാണുന്നുണ്ട്. അപ്പം പണിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ. അല്ലാതെ വർക്ക് ഹാർട്ട്, അത് തന്നെ.